ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രവീന്ദ്രൻ ശരത്തിനെ കാണാൻ വേണ്ടി ലക്ഷ്മിയുടെ വീട്ടിൽ വന്നിരിക്കുവാണല്ലോ. ലക്ഷ്മി തൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം രവീന്ദ്രനോട് പറയുവാണ്. തൻ്റെ മോളെ ഓർത്ത് തനിക്ക് ഭയമുണ്ടെന്നും സച്ചി അവളെ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ ലക്ഷ്മി പറയുമ്പോൾ രവീന്ദ്രൻ പറയുവാണ്, രേവതി എന്ന് പറഞ്ഞാൽ സച്ചിക്ക് എല്ലാം ആണെന്നും അതിനാൽ തന്നെ രേവതിയെ ഒന്നും ചെയ്യില്ല എന്നുമൊക്കെ രവീന്ദ്രൻ ലക്ഷ്മിയെ ആശ്വസിപ്പിക്കുവാണ്. എന്നിട്ട് പറയുവാണ്, സച്ചി ഒരു തെറ്റും കാണാതെ ഒന്നും ചെയ്യില്ലെന്നും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിനെന്തെങ്കിലും തക്കതായ കാരണമുണ്ടെന്ന് രവീന്ദ്രൻ പിന്നെയും ആവർത്തിച്ച് പറയുവാണ്. പക്ഷേ ലക്ഷ്മി എന്നിരുന്നാലും സച്ചിയെ അപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ലക്ഷ്മിയോട് യാത്ര പറഞ്ഞ് രവീന്ദ്രൻ അവിടെ നിന്ന് പോകുവാണ്. അത് കഴിഞ്ഞ് രേവതി അമ്മയെ ചീത്ത പറയുവാണ്. എന്തിനാണ് അമ്മ അച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? ഇതൊക്കെ വീട്ടിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞ് പ്രശ്നമായിരിക്കും, ഇതിൻ്റെ ദേഷ്യം എല്ലാം സച്ചിയേട്ടൻ എന്നോടായിരിക്കും തീർക്കുന്നതെന്ന് പറഞ്ഞ് രേവതി ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹോട്ടലാണ്, സുധി വർക്ക് ചെയ്യുന്ന ഹോട്ടൽ. അവിടെ സുധിയെ അന്വേഷിച്ച് പലിശക്കാരൻ വന്നിരിക്കുകയാണ്. പലിശയൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ സുധി കുറേ ക്യാഷൊക്കെ, അത് തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് മേടിക്കാൻ വേണ്ടി പലിശക്കാരൻ വന്നിരിക്കുകയാണ്. അയാളെ കണ്ടതും സുധി അയ്യോ ബ്രോ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നിൽക്കുവാണ് പേടിച്ച്. എന്നിട്ട് ഓരോ ആക്ഷനും സൗണ്ടും ഒക്കെ മാറ്റി അയാളെ ബാക്ക് തിരിഞ്ഞ് നിന്ന് പറ്റിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അയാൾ ഫ്രണ്ടിൽ നിന്നും വന്ന് സുധി തന്നെയാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞ് സുധിയെ ഒരു പാഠം പഠിപ്പിക്കുവാണ്. സുധി എന്താ പൈസ തരാത്തതെന്നും നീ മില്ലീനിയർ ആകുമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഹോട്ടലിലാണോ വർക്ക് ചെയ്യുന്നതൊക്കെ പറഞ്ഞ് സുധിയെ പുച്ഛിക്കുവാണ് പലിശക്കാരൻ. അപ്പോൾ സുധി പറഞ്ഞ് എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എനിക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ സങ്കടങ്ങളൊക്കെ പറയുവാണ്. എനിക്ക് ഈ മാസത്തെ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഞാനെല്ലാം തിരിച്ചടച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് പലിശക്കാരനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷേ അയാൾ എന്നിട്ടും വിടുന്നില്ല. ഹോട്ടലിൽ നിന്നും നല്ലപോലെ ഒച്ചെടുക്കുകയും ഇതിന് നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെന്നൊക്കെ പറഞ്ഞ് ചൂടാവുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, ഇതിന് ഞാൻ നിനക്കൊരു ശിക്ഷ തരുവാന്ന് പറഞ്ഞിട്ട് ആ ഹോട്ടലിലുള്ള എല്ലാ ഐറ്റവും എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുവാൻ പറയുവാണ് സുധിയോട്. അയാളാണെങ്കിൽ ഫുഡൊക്കെ വന്നപ്പോഴേക്കും എല്ലാ ഫുഡും നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. സുധി ഇതൊക്കെ കണ്ട് ഞെട്ടി നിൽക്കുവാണ്. ഇയാളെന്താണ് ഈശ്വര തൊണ്ടയെ കുടുങ്ങി ചത്തുപോണേന്നൊക്കെ പറഞ്ഞ് സുധി ഓരോ കമൻറ്റ് മനസ്സിൽ പറയുന്നുണ്ട്. അയാളാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, നല്ല സൂപ്പറായിട്ട് എല്ലാം ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുവാണ്, ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ച എല്ലാ ഐറ്റവും ഒന്നുകൂടെ എടുക്കുമെന്ന് പറയും. പാഴ്സലാക്കി എടുക്കണം, എനിക്ക് എൻ്റെ വൈഫിന് കൊടുക്കാൻ വേണ്ടിയാന്ന് പറയുമ്പോൾ സുധി അതൊക്കെ പാഴ്സലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് കൊണ്ടേ കൊടുക്കും, ബില്ലും കൊടുക്കും. അപ്പോഴേക്കും അദ്ദേഹം പറയും, ഇതെൻ്റെ ഫ്രണ്ടാണ്, ബില്ലൊക്കെ ഇയാൾ പേ ചെയ്തോളും. അപ്പോൾ സുധി പറയും, ഞാനെങ്ങനെ പേ ചെയ്യാനാ? നീ തന്നെ പേ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അയാൾ പോവുകയാണ്. അപ്പോൾ ഓണർ പറയും, പേ ചെയ് സുധി എന്ന് പറയുമ്പോൾ സുധി പറയും, എൻ്റെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്തു സാർ എന്ന് പറയുമ്പോഴേക്കും ഓണർ പറയും, ഇങ്ങനെ പോയാൽ നിനക്ക് ശമ്പളങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുവാണ്. അപ്പോൾ സുധി പറയും, നേരത്തെ ജോലിയില്ല കൂലിയില്ല, ഇപ്പോൾ ജോലിയുണ്ട് എനിക്ക് കൂലിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് സുധി അവിടെ നിന്നും പോകുകയാണ്. പിന്നെ കാണിക്കുന്നത് രവീന്ദ്രനെയാണ്. ലക്ഷ്മി പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓർത്ത് രവീന്ദ്രൻ വളരെയധികം വിഷമിച്ച് അങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ചന്ദ്ര അങ്ങോട്ട് വന്ന്, എന്താ വന്നപ്പോൾ തൊട്ട് ഇങ്ങനെ ഒരു കിടത്തമാണല്ലോ, പോക്കറ്റ് നിറയെ കാശും കൊണ്ട് പോയതല്ലേ, എല്ലാ കാശും അവർക്ക് കൊടുത്തോ? ഇങ്ങനെ എല്ലാവർക്കും മോൻ കാല് തല്ലി എടുക്കുന്നവരെയും കൈ തല്ലി ഓടിക്കുന്നവർക്കൊക്കെ കാശ് കൊടുക്കാൻ നിന്ന നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത സ്വത്തെല്ലാം തീരും, അതൊന്നും മതിയാവാതെ വരും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര രവീന്ദ്രനെ ചീത്ത പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, അവരൊരു കാശ് എൻ്റെ നിന്ന് മേടിച്ചിട്ടില്ല, നിന്നെപ്പോലെ പൈസ കാർത്തിയുള്ളവരൊന്നും അല്ല അവരെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, ഓ അവരുടെ മകളിപ്പോൾ പൂക്കടയൊക്കെ വെച്ച് കുറേ കാശ് സമ്പാദിക്കുന്നില്ലേ, അതൊക്കെ അവൾ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പറയുമ്പോഴേക്കും രേവതി അങ്ങോട്ട് കടന്നു വരുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, നീ ഒന്നും മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ അടക്കി നിർത്തും. അപ്പോൾ രേവതി വന്നിട്ട് അച്ഛനോട് ക്ഷമയൊക്കെ ചോദിക്കും. അച്ഛ അമ്മ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുതെന്ന് പറയുമ്പോൾ ചന്ദ്രക്ക് ടെൻഷനാവും. ചന്ദ്ര പറയും, എന്താ അവൾ നിങ്ങളെ ആട്ടിയിറക്കി വിട്ടോ, അവൾ എന്താ നിങ്ങളോട് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ചൂടാവുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, അവരെന്നെ ഒന്നും ആട്ടിയിറക്കി വിട്ടില്ല, അവർക്ക് എന്നോട് ഇപ്പോഴും നല്ല ബഹുമാനമൊക്കെ തന്നെയാണ്, അവരവരുടെ വിഷമം എന്നോട് പറഞ്ഞു, അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി വരും. അപ്പോൾ രവീന്ദ്രൻ പറയും, സച്ചി നീ ഒന്ന് മേളിൽ വന്ന് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് സച്ചിയും കൂട്ടി മുകളിലെ മുറിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ചന്ദ്ര രേവതിയോട് ചൂടാവും, നിൻ്റെ ഭർത്താവ് നിന്നെ താഴെ ചവിട്ടിയിറക്കാൻ തുടങ്ങിയിട്ടും നിൻ്റെ അഹങ്കാരത്തിനൊരു കുറവും ഇല്ലേടേ, അടുത്തത് ഇപ്പോൾ നിൻ്റെ അനിയൻ്റെ കൈ തല്ലി ഒടിച്ചു, ഇനി നാളെ നിൻ്റെ കൈ തല്ലി ഒടിക്കുമെന്നൊക്കെ പറഞ്ഞ് രേവതിക്കൊരു വാണിംഗ് ഒക്കെ കൊടുത്ത് ചന്ദ്ര അവിടെ നിന്ന് പോകുവാണ്. മുറിയിൽ വെച്ച് രവീന്ദ്രൻ സച്ചിയോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നീ ഒന്നും കാണാതെ ശരത്തിനെ അങ്ങനെ ചെയ്യില്ലെന്നും, ശരത്തൊരു കുഞ്ഞു ചെക്കനല്ലടാ, നീ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്നും, ലക്ഷ്മിയുടെ സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്നും, എന്ത് പറഞ്ഞാൽ ഞാൻ അവരെയൊക്കെ ആശ്വസിപ്പിക്കേണ്ടതെന്നൊക്കെ രവീന്ദ്രൻ സച്ചിയോട് ചോദിക്കുകയാണ്. അവർ നിന്നെ പ്രാഗില്ലേടാ, അവരുടെ മകനെയല്ലേ നീ ഇങ്ങനെ ചെയ്തത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് സച്ചിനോട് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ഛാ, അവൻ കാണിച്ചതിനാണ് ഞാൻ ചെയ്തതെന്ന് പറയുമ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്,
അവൻ എന്താ ചെയ്തത്, അവനൊരു ചെറിയ പയ്യനല്ല, അവൻ്റെ പ്രായമെങ്കിലും അവനിനി പഠിക്കാൻ പറ്റുമോ, എപ്പോൾ അവൻ്റെ ശരിയാവും എന്നൊക്കെ ഓർത്ത് എനിക്ക് നല്ല ടെൻഷനുണ്ട്. അതോർത്ത് തന്നെ അമ്മയുടെ കണ്ണ് നിറയുവാണ്. ആ അമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ പറ്റില്ലടാ എന്നൊക്കെ പറയുവാണ് രവീന്ദ്രൻ സച്ചിയോട്. ഇതൊക്കെ കേട്ട് രേവതി പുറത്ത് നിൽക്കുന്നുണ്ട്. അച്ഛൻ സച്ചിയെ പിന്നെയും പിന്നെയും കുറ്റപ്പെടുത്തുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛ അവൻ എന്താ കാണിച്ചതെന്നറിയോ എന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്നും ഫോൺ എടുക്കുവാണ്. അപ്പോഴാണ് പുറത്ത് നിൽക്കുന്ന രേവതിയെ സച്ചി കാണുന്നത്. അതോടെ സച്ചി പറയാൻ വന്ന സത്യം അങ്ങനെ പറയാതെ പിന്നെയും ഫോൺ എടുത്ത് പോക്കറ്റിൽ തന്നെ തിരിച്ചു വെക്കും. പറയടാ നിനക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ പിന്നീട് സച്ചി ഒന്നും പറയുന്നില്ല. ഒന്നുമില്ല അച്ഛ എന്ന് പറഞ്ഞ് രേവതി കേൾക്കാൻ പാടില്ലല്ലോ ഈ സത്യങ്ങളൊന്നും. അതുകൊണ്ട് സച്ചി ഒന്നും തന്നെ വെളിപ്പെടുത്തുന്നില്ല. രേവതി എന്നിട്ട് പോകും അവിടെ നിന്ന്. എന്നിട്ടും അച്ഛൻ ചോദിക്കുമ്പോഴും സച്ചി ഒന്നും പറയുന്നില്ല. സച്ചി പറഞ്ഞത് അച്ഛനും അച്ഛാമ്മയാണ് എന്നെ വളർത്തിയത്, അതുകൊണ്ട് ഞാൻ തെറ്റൊന്നും ചെയ്യത്തില്ല അച്ഛ, അത് വിശ്വസിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുകയാണ്. രവീന്ദ്രൻ അപ്പോൾ രേവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവൻ്റെ മനസ്സിൽ നല്ല സങ്കടമുണ്ട്, എന്തോ കാര്യമായിട്ടുണ്ട് മോളെ, അവൻ അധികനാൾ അതൊന്നും താങ്ങിക്കൊണ്ട് നടക്കാൻ പറ്റില്ല, എന്തായാലും അവൻ പറയും എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ് അച്ഛാ, മഹേഷിനായിട്ടുള്ള പ്രശ്നം തന്നെയാണ് കാരണം, സച്ചിയേട്ടൻ നന്നാവില്ല അച്ഛ എന്നൊക്കെ പറഞ്ഞ് രേവതി അങ്ങനെ പോകുവാണ്. പക്ഷെ അച്ഛന് സച്ചിയെ നല്ല വിശ്വാസമുണ്ട്, സച്ചി ഒരു കാര്യമില്ലാതെ ഇങ്ങനെ ചെയ്യില്ലെന്നാണ് അപ്പോഴും രവീന്ദ്രൻ. തെറ്റ് ചെയ്തിട്ടും അത് സമ്മതിക്കാത്തതിലാണ് രേവതിക്ക് സങ്കടം. പിന്നീട് കാണിക്കുന്നത് ശ്രുതിയാണ്. രാത്രി ഒരുപാട് ലേറ്റായിട്ടും ശ്രുതി വീട്ടിൽ വന്നിട്ടില്ല. അതോർത്ത് ശ്രുതി ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. അപ്പോഴേക്കും ശ്രുതി കടന്നു വരും. ശ്രുതിയെ കാണുമ്പോൾ തന്നെ ശ്രുതി ചോദിക്കും, എന്താ ഇത്ര ലേറ്റ് ആയതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുവാണ്, എനിക്ക് ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു ഇന്ന്, അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ചോദിക്കും, അതിന് 6 മണി വരെയല്ലേ വർക്ക്, അതും കഴിഞ്ഞ് എന്താ വർക്കെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, എനിക്ക് എല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലല്ലേ വരാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കും, എല്ലാവരും ഭക്ഷണം കഴിച്ചോ, അല്ല വീട്ടിലെല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷമല്ലേ വരാൻ പറ്റും, അത്രയ്ക്കും വർക്ക് കൂടുതലാന്ന് പറയുമ്പോൾ ശ്രുതി പറയും, ഒരുപാട് വർക്കൊന്നും എടുക്കേണ്ട ശ്രുതി, പറ്റുന്നത് എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ശ്രുതി സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, ഏയ് ഇല്ലില്ല ഓണർ ചീത്ത പറയുമെന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കും, ഓണറോ, അപ്പോൾ ശ്രുതി പറയും, ഓണർ അല്ലേ എം ഡി തന്നെയല്ലേ ഓണർ എന്നൊക്കെ പറഞ്ഞ് തപ്പിത്തടഞ്ഞൊക്കെ ഓരോ ഉത്തരങ്ങൾ പറഞ്ഞ് പോകുവാണ്. ഏതായാലും ശ്രുതിയുടെ പെരുമാറ്റത്തിൽ നല്ല സംശയം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിന് രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യും. ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.